സർ, ബീഹാറിലെ തേജസ്വി യാദവിൻ്റെ സഹോദരി രോഹിണി ആചാര്യ ഇവരെ രാഷ്ട്രീയത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അകറ്റാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. ഒടുവിൽ അവർ അകന്നു. ഇതിന് കാരണക്കാരെന്ന് പറയുന്നത് സഞ്ജയ് യാദവും ഒരു റമീസുമാണെന്നാണ് പറയുന്നത്. അവരാരാണ്, എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളാരും പറയുന്നതല്ല. രോഹിണി ആചാര്യ, അതായത് തേജസ്വി യാദവിൻ്റെ സഹോദരി, അവര് ഈ വലിയ തോൽവി നടന്നല്ലോ. അതെ, അവര് തേജസ്വി യാദവിന് വേണ്ടി അത്യാവശ്യം പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രോഹിണി ആചാര്യ ഈ തോൽവിക്ക് ശേഷം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ അവർ പറയുന്നത്, ഞാൻ രാഷ്ട്രീയം വിടുന്നു, കുടുംബ ബന്ധവും വിച്ഛേദിക്കുന്നു, മൊത്തം കുടുംബവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. ഇതാണ് സഞ്ജയ് യാദവും റമീസും ആവശ്യപ്പെട്ടത്. കുറ്റം ഞാൻ ഏൽക്കുന്നു. ഇതാണ് പോസ്റ്റ്. ഈ പോസ്റ്റ് മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പിടികിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി, കുടുംബ ബന്ധം വിച്ഛേദിച്ചു, രാഷ്ട്രീയം വിടുന്നു, അത് മനസ്സിലായി. ഇതാണ് സഞ്ജയ് യാദവും റമീസും ആവശ്യപ്പെട്ടത്. അപ്പോൾ സഞ്ജയ് യാദവിനെ RJDയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാമായിരിക്കും. ഹരിയാനയിൽ നിന്നുള്ള RJDയുടെ രാജ്യസഭ MP-യാണ്. അതെങ്ങനെയാണ് ഹരിയാനയിൽ നിന്ന് ഒരാൾ വരേണ്ട കാര്യം എന്താണ്? അതാണ് അതിൻ്റെ അകത്ത് പിന്നൊരു ദുരൂഹത. ആരാണ് റമീസ്? ഇതാണ് ഞാൻ ആദ്യമൊക്കെ നോക്കുമ്പോൾ ഇത് ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമങ്ങൾക്കും അറിയില്ല. റമീസ് ജാർഖണ്ഡിലെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്ററും കൊലക്കേസ് പ്രതിയുമാണ്. കൊലക്കേസ് നടന്നിരിക്കുന്നത് ബൽറാംപൂരിലാണ്, ഉത്തർപ്രദേശിൽ. കാരണം അയാളുടെ അമ്മായിയപ്പന് വേണ്ടി നടത്തിയ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ അവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന് അമ്മായിയപ്പന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മായിപ്പൻ രാഷ്ട്രീയത്തിലുണ്ട്, സമാജ്വാദി പാർട്ടി MP-യാണ്. അപ്പോൾ അവര് അമ്മായിപ്പനും ഇയാളും ഇയാളുടെ ഭാര്യയും എല്ലാം കൂടി കൊന്നു എന്നാണ് കേസ്. അവർ 3 പേരും കൊലക്കേസ് പ്രതികളാണ്. റമീസ് അതിൻ്റെ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് രോഹിണി ആചാര്യ ആരാണ്, എന്താണ് എന്ന് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, സഞ്ജയ് യാദവും റമീസും ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം, ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത്, തേജസ്വി യാദവുമായിട്ടുള്ള ബന്ധം വിടർത്തുകയും വേണം എന്നുള്ളതായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ സഞ്ജയ് യാദവും റമീസുമാണ് ഇപ്പോൾ RJDയെ നിയന്ത്രിക്കുന്നത്. ആ വികാരം രോഹിണി ആചാര്യയ്ക്ക് ഉണ്ട്, കുടുംബത്തിലും മറ്റുള്ളവർക്കും ഉണ്ട്. കാരണം ഈ സഹോദരൻ തേജ് പ്രതാപിനെ ലാലു പ്രസാദ് യാദവ് കുറച്ച് മാസം മുമ്പ് പുറത്താക്കിയില്ലേ പാർട്ടിയിൽ നിന്നുമൊക്കെ. അയാളൊരു വേറൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിലാണ്, ഭാര്യയായിട്ട് അകന്ന്, ഭാര്യയുടെ വിവാഹമോചന കേസ് തീർപ്പായിട്ടില്ല, പക്ഷെ വേറൊരു ബന്ധത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നല്ലോ. അപ്പോഴാണ് പുറത്താക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുമൊക്കെ ഇവരാണ് എന്നുള്ള വിചാരം അയാൾക്കും ഉണ്ട്, ഈ സഹോദരനും ഉണ്ട്. സഹോദരനും സഹോദരിക്കും ഈ RJDയെ പിടിച്ചടക്കിയിട്ടുള്ള വേറെ സംഘങ്ങളെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ സഞ്ജയ് യാദവ് നേരത്തെ പറഞ്ഞ പോലെ RJDയുടെ രാഷ്ട്രീയ ജനതാദളിൻ്റെ രാജ്യസഭ MP ആണ്. തേജസ്വി യാദവിൻ്റെ വലം കൈ ആണ് അയാൾ, സഞ്ജയ് യാദവ്. റമീസ് തേജസ്വിയുടെ പഴയ സുഹൃത്തുമാണ്. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കുടുംബമാണ് റമീസിൻ്റേത്. അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഈ കുടുംബഛിദ്രം ഏതാണ്ട് വ്യക്തമായിരുന്നു. രോഹിണി, അതെങ്ങനെയാ ആളുകൾക്ക് തോന്നിയെന്ന് വെച്ചാൽ, രോഹിണി ആചാര്യ ലാലു പ്രസാദ് യാദവിനെയും തേജസ്വി യാദവിനെയും Xൽ അൺഫോളോ ചെയ്തു. അൺഫോളോ ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ അതെന്തുകൊണ്ട് എന്ന്. അപ്പോൾ സഞ്ജയ് യാദവിന് RJDയിൽ കൂടുതൽ അധികാരം ഉണ്ടായി വരുന്നു എന്നുള്ളതിൽ ദേഷ്യം കൊണ്ടാണ് അവരത് അൺഫോളോ ചെയ്തത്. കാരണം വിടുന്നതിൻ്റെ സൂചന കഴിഞ്ഞ മാസം തന്നെ ഉണ്ട്. രോഹിണി ആചാര്യ ഡോക്ടറാണ്, MBBS ഒക്കെ പാസ്സായതാണ്. പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്തില്ല. അവരുടെ ഭർത്താവ് സിംഗപ്പൂരിലാണ്, സിംഗപ്പൂരിൽ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. ഈ രോഹിണി ആചാര്യ അച്ഛന് ലാലു പ്രസാദ് യാദവിന് 2022 വൃക്ക ദാനം ചെയ്തു എന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വിശ്വാസമാണ്. പക്ഷെ അവർ വൃക്ക ദാനം ചെയ്തിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന
ഒരു സംഘമാണ് ഈ സഞ്ജയ് യാദവും റമീസും. എന്ന് പറഞ്ഞാൽ അവരുടെ പോപ്പുലാരിറ്റിയും കൂടി കട്ട് ചെയ്യാം എന്നുള്ളതാണ്. വൃക്കദാനം ചെയ്തു അങ്ങനെ വലിയ മികവൊന്നും ഇല്ല അല്ലേ എന്ന് വരുത്താനായിട്ട്. അത് അവർക്ക് വലിയ സങ്കടമായിരുന്നു. കാരണം അവർ വൃക്കദാനം ചെയ്തതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരണിൽ മത്സരിച്ച് അവർ തോറ്റു. അതും അവർക്കൊരു വിഷമായിട്ടുണ്ടാവും. തോൽപ്പിച്ചതാണെന്നുള്ള വികാരത്തിന് ആണ് സാധ്യത കൂടുതൽ. അതിന് സാധ്യതയും കൂടുതലാണ്, വികാരം മാത്രമല്ല. അപ്പൊ തേജ് പ്രതാപ് സഹോദരനെ പുറത്താക്കിയതിൽ ഇവർക്ക് അതൃപ്തിയുണ്ട്. തേജ് പ്രതാപാണ് മൂത്തവൻ കുടുംബത്തില്. അപ്പോൾ നിയമസഭയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വിക്ക് വേണ്ടി രോഹിണി ആചാര്യ മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങിയിരുന്നു. അപ്പോൾ 35 വയസ്സാണിപ്പോൾ രോഹിണി ആചാര്യക്ക് ഉള്ളത്. 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളാണ്. അപ്പോൾ 75 സീറ്റിൽ നിന്നാണ് വെറും 24 സീറ്റിലേക്ക് RJD വന്നിരിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ ഛിദ്രം കൂടി വരികയേ ഉള്ളൂ. BJPക്കും RJDക്കും 85% സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് അല്ലേ? 85 101 സീറ്റ് വീതമാണ് മത്സരിച്ചത്. 85% സീറ്റുകളിലും വിജയിച്ചു. രോഹിണിയുടെ ഭർത്താവ് സമരേഷ് സിംഗ് 2002 വിവാഹം. അയാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അയാളുടെ അച്ഛൻ റൺ വിജയ് സിംഗ് ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു, റിട്ടയർ ചെയ്തു. കോളേജിൽ ലാലു പ്രസാദ് യാദവിൻ്റെ കൂടെ പഠിച്ചയാളാണ്. അപ്പൊ സഹപാഠിയുടെ മകനെയാണ് രോഹിണിക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ലാലുവിൻ്റെ കോളേജ് സുഹൃത്ത്, പിന്നെ ലാലു പ്രസാദ് കോളേജിലായിരുന്ന കാലത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു കേട്ടോ. MA പൊളിറ്റിക്സ് ആണ്. അയാൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെക്കാൾ എന്തുകൊണ്ടും ഭേദമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും ഒക്കെ ആയിരുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങളും ആദ്യകാലത്തൊക്കെ നല്ല ആദർശമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പട്നയിൽ നിന്ന് റാഞ്ചിയിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പോൾ സിംഗപ്പൂരിൽ ആണിപ്പോൾ ഈ താമസിക്കുന്നത്. രോഹിണി ആചാര്യയും ഭർത്താവും അവിടെയാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് കമ്പനിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സരണില് രോഹിണി ആചാര്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാന്നറിയോ തോൽപ്പിച്ചത്? രാജീവ് പ്രതാപ് റൂഡി, BJP നേതാവ്. അപ്പോൾ ഹരിയാനയിൽ ആണ് ഈ സഞ്ജയ് യാദവ്. ഹരിയാനക്കാരനാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അവിടെ ജനിച്ചു. ബീഹാർ അധികാർ യാത്രക്കാലത്താണ് അയാൾ കൂടുതൽ സ്വാധീനമൊക്കെ ചെലുത്താൻ തുടങ്ങിയത് RJDയിൽ. അതിൻ്റെ സംഘാടനവും ഒക്കെയായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ നിന്ന് BJPയിൽ എത്തിപ്പെട്ടതാണ് അയാൾ. അപ്പോൾ RJDയിൽ തേജസ്വിയൊക്കെ ഇരിക്കുന്ന ബസ് ഉണ്ടല്ലോ, ഇങ്ങനെ അധികാര യാത്രയ്ക്ക് പോകുമ്പോൾ ആ ബസ്സിൽ ഏറ്റവും മുമ്പിൽ പോയി ഇയാളിരിക്കും. ഇതൊന്നും കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഇഷ്ടം അല്ലായിരുന്നു. പിന്നെ ടിക്കറ്റ് വിതരണം ഉണ്ടല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പില്, അതൊക്കെ അയാളാണ് കൈകാര്യം ചെയ്തത്, സഞ്ജയ് യാദവ്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് വിതരണം ചെയ്തതാണ് തോൽവിക്ക് കാരണം എന്നുള്ളതാണ് രോഹിണിയൊക്കെ കരുതുന്നത്. അപ്പോൾ സഞ്ജയിനെ ഇങ്ങനെ പിന്താങ്ങി തേജസ്വി നടക്കരുത് എന്നാണ്. തേജ് പ്രതാപും ഈ സഞ്ജയ് യാദവിനെതിരെ തിരിഞ്ഞിരുന്നു. അപ്പോൾ സഞ്ജയ് യാദവിനെതിരെ പാർട്ടിയിൽ നടപടി വന്നേക്കാം എന്ന് വാർത്തകളിൽ കാണുന്നുണ്ട്. മറ്റേ തേജ് പ്രതാപ് അന്ന് വെളിവാക്കിയത് അനുഷ്ക യാദവ് എന്ന് പറഞ്ഞിട്ടൊരു യുവതിയുമായിട്ട് 10-12 കൊല്ലമായിട്ട് ബന്ധത്തിലാണ് എന്നാണ് അന്ന് ഇൻസ്റ്റയിൽ വന്നത്. അത് അബദ്ധത്തിൽ ഹാക്ക് ചെയ്തതാണെന്നൊക്കെ അന്ന് അയാൾ പറഞ്ഞിരുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന്. മെയിലാണ് ആ പോസ്റ്റ് വന്നത്. 12 കൊല്ലമായിട്ട് ബന്ധത്തിലാണ് എന്നാണ് പറഞ്ഞത്. അതും എൻ്റെ ഓർമ്മ മറ്റേ വിവാഹം ചെയ്തതേ മറ്റേ പഴയൊരു മന്ത്രി RJDയുടെ മന്ത്രിയുടെ മകളാണ് ഈ തേജ് പ്രതാപ് കല്യാണം കഴിച്ചത്. പരിചയവലയത്തിൽ നിന്ന് തന്നെയായിരുന്നു ആ വിവാഹവും. അപ്പൊ ഈ റമീസിലേക്ക് വരാം. റമീസ് നേമത്ത് എന്നാണ് അയാളുടെ പേര്.
അയാൾ ഉത്തർപ്രദേശ് ബൽറാംപൂരിലാണ് ഇപ്പോൾ അയാളുടെ ആക്ടിവിറ്റീസ്. ജാർഖണ്ഡിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിരുന്ന ആളാണ് അയാൾ. ഈ തേജസ്വി യാദവിനും ക്രിക്കറ്റിൽ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഇവർ ബന്ധപ്പെടുന്നതെന്ന് പറയുന്നു. സഞ്ജയ് യാദവിൻ്റെ സുഹൃത്താണ് റമീസ്. അങ്ങനെയാണ് സഞ്ജയ് യാദവ് വഴിയാണ് റമീസുമായിട്ട് തേജസ്വി പരിചയപ്പെടുന്നത്. അയാൾ ശരിക്കും ഒരു ഗാങ്സ്റ്ററാണ്. 12 കേസുകളുണ്ട് അയാൾക്കെതിരെ, കൊലക്കേസ് ഉൾപ്പെടെ ഒരു കൊലക്കേസും. അയാളുടെ അമ്മായി അപ്പൻ ഉത്തർപ്രദേശിലെ അറിയപ്പെടുന്ന ക്രിമിനലാണ്, ബൽറാംപൂർ ഭാഗത്തെ അറിയപ്പെടുന്ന ക്രിമിനൽ. ഇപ്പൊ കൊലക്കേസിൽ റമീസ് ജാമ്യത്തിലാണ്. അമ്മായിയപ്പൻ സമാജ്വാദി പാർട്ടിയുടെ പഴയ MP ആണ്. അമ്മായിയപ്പൻ്റെ പേര് റിസ്വാൻ സഹീർ. അപ്പൊ നേപ്പാൾ അതിർത്തിയിലാണ് ഈ ബൽറാംപൂർ. ബാപ്പ ഈ റമീസിന്റെ ബാപ്പയുടെ പേര് നിയാമത്തുള്ള ഖാൻ എന്നാണ്. അപ്പോൾ ബൽറാംപൂരിൽ ഇനി ആ കൊലക്കേസ് പറയാം. ഈ കൊലക്കേസിൽ ഇവർ പ്രതികളാണല്ലോ. ബൽറാംപൂരിലെ തുളസി നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് പപ്പുവിനെയാണ് ഇവർ കൊന്നത്. ഫിറോസ് പപ്പുവിനെ കൊന്നത് 2022 ജനുവരിയിലാണ് കൊന്നത്. വെടിവെച്ചാണ് കൊന്നത്. അപ്പോൾ ഈ റിസ്വാൻ സഹീർ അമ്മായപ്പൻ, റിസ്വാൻ സഹീറിൻ്റെ മകൾ സേബയാണ് റമീസിൻ്റെ ഭാര്യ. റിസ്വാൻ സഹീറിന് ഈ മകൾ സേബയെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്നുണ്ടായിരുന്നു, ചെയർപേഴ്സൺ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിറോസ് പപ്പു ആണ് പ്രസിഡൻ്റായത്. ഫിറോസ് പപ്പുവിനെ ഈ ഫിറോസ് അഹമ്മദ് പിന്നെ ഫിറോസ് പപ്പുവിനെ അവിടെ ഒരു ഗ്രൂപ്പ് ജയിപ്പിച്ചു. അയാൾ പ്രസിഡൻ്റായി. അപ്പോൾ അതിൽ ഈ റിസ്വാൻ രോഷാകുലനായിരുന്നു ആ സംഭവത്തിൽ. അപ്പോൾ അതുകൊണ്ട് കൊന്നുകളഞ്ഞു. രാഷ്ട്രീയ വൈരം കൊണ്ട് റിസ്വാൻ പപ്പുവിനെ കൊന്നുകളയുകയാണ് ചെയ്തത്. പ്രസിഡന്റിനെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ റിസ്വാൻ ലളിത്പൂരിലെ ജയിലിൽ കിടക്കുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങിയതാണ് റമീസും ഭാര്യ സേബയും. അവരെ കൊലക്കേസിൽ ജാമ്യത്തിലാണ്. രണ്ടുപേരും ജയിലിൽ കടന്നിരുന്നു. ജയിലിൽ കടന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ എന്നിട്ട് ഇയാൾക്ക് ബൽറാംപൂരിലും കൊക്രാജിലും ധാരാളം കേസുകളുണ്ട്. റമീസിനെതിരെ കൊലപ്പുള്ളിയാണ്, ഗാങ്സ്റ്ററുമാണ്. കൗശംബി ജില്ലയിലാണ് ഈ കേസുകളൊക്കെ, 12 കേസുകളും. 2021 ബൽറാംപൂർ കലാപത്തിലും റമീസിന് പങ്കുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ആ 2 വരി 3 വരിയിൽ കൂടി രോഹിണി ആചാര്യ പറഞ്ഞിരിക്കുന്നത്? അവരുടെ കുടുംബത്തിൻ്റെ പാർട്ടി RJD കൊലപ്പുള്ളി ആണ് നിയന്ത്രിക്കുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിനി ഈ പാർട്ടിയിലും ഇല്ല, ഈ കുടുംബത്തിലും ഇല്ല. അതാണ് വലിയൊരു തീരുമാനം അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.